നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ക്രിസ്മസ് ആശംസകൾ. ഹാപ്പി ക്രിസ്മസ്. വെൽക്കം ബാക്ക് അഗൈൻ. ഞാൻ നിങ്ങളുടെ സൗമ്യയാണ്. ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നേ, എല്ലാവർക്കും ആഗ്രഹമില്ലേ അവനവന്റെ വീട്ടിൽ സ്വന്തമായിട്ടൊരു കേക്ക് ഉണ്ടാക്കണമെന്ന്. അതെങ്ങനെയാണെന്ന് നോക്കാം. എല്ലാവരും ധരിച്ചിരിക്കുന്നത് ഓവൻ ഇല്ലാതെ വീട്ടിൽ കേക്ക് ഉണ്ടാക്കാൻ പറ്റില്ലെന്നാണ്. ഓവൻ ഇല്ലാതെ നമുക്ക് വീട്ടിൽ കേക്ക് ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന കേക്കിന് എന്തെല്ലാം ചേരുവകൾ വേണമെന്ന് നമുക്കൊന്ന് നോക്കാം. മൈദ, പഞ്ചസാര, മുട്ട, സൺഫ്ലവർ ഓയില്, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, പിന്നെ കൊക്കോ പൗഡർ. ഇത്രയും സാധനങ്ങളാണ് കേക്ക് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത്. ഈ കേക്ക് ഉണ്ടാക്കാൻ 250 ഗ്രാം മൈദയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിലേക്ക് 250 ഗ്രാം പഞ്ചസാര പൊടിച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കണം. ഈ പഞ്ചസാര പൊടിച്ചത് ചേർക്കുന്നത് നന്നായിട്ട് അലിഞ്ഞു ചേരാൻ വേണ്ടിയിട്ടാണ് പൊടിച്ച് നമ്മൾ ചേർക്കുന്നത്, അല്ലെങ്കിൽ താമസമാകും. ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും നമുക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ആണ് കൊക്കോ പൗഡർ ചേർത്തിരിക്കുന്നത്. ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് 1, 2, 1.5 ആവശ്യത്തിന് അനുസരിച്ച്, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കാം. കേക്കിന് നന്നായിട്ട് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് 3-4 പ്രാവശ്യം ഒന്ന് അരിച്ചു കൊടുക്കാം. മിക്സിയിൽ അടിച്ചെടുത്ത മുട്ടയാണിത്. ഇത് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച പൊടിയിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. കുറേശ്ശെ ഒഴിക്കാം. ഇതിലേക്ക് 2 മുട്ടയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഞാൻ കോഴിമുട്ടയാണ് ചേർത്തിരിക്കുന്നത്. താറാവ് മുട്ട വേണമെങ്കിൽ താറാവ് മുട്ടയും ചേർക്കാവുന്നതാണ്. നമുക്കിതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. ബ്ലെൻഡർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്പൂൺ കൊണ്ടാണ് ഇവിടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇതിന് തരിയൊക്കെ പൊങ്ങി കിടക്കും. ഇത് ശരിയാകാതെ വരും കേക്ക്. അരിക്കുമ്പോൾ നമ്മൾ ഒരു ശകലം പോലും തരി ഇല്ലാതെ വേണം അരിച്ചെടുക്കാൻ. 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പാത്രമാണ് കേക്ക് ഉണ്ടാക്കാൻ ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് നന്നായിട്ട് സൺഫ്ലവർ ഓയിൽ തൂത്ത് കൊടുക്കണം. ബട്ടർ പേപ്പർ വേണ്ടവർക്ക് അതും ഉപയോഗിക്കാവുന്നതാണ്. കേക്കിൻ്റെ മിക്സ് നമുക്കിനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ബബിൾസ് ഉണ്ടെങ്കിൽ നമുക്കിതൊന്ന് തട്ടി കൊടുക്കാം. ഈ ഇഡ്ഡലി പാത്രത്തിലാണ് കേക്ക് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് പൊടിയുപ്പ് നന്നായിട്ട് നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഞാനൊരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്. ഈ റിങ് ഇല്ലാത്തവർ സ്റ്റീലിൻ്റെ ചെറിയ പ്ലേറ്റ് കമത്തി വെച്ചാൽ മതിയാകും. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ച കേക്കിൻ്റെ കൂട്ട് നമുക്കിതിലേക്ക് ഇറക്കി വയ്ക്കാം. ഇത് തീയിൽ വയ്ക്കുമ്പം കുറഞ്ഞ തീയിൽ വേണം വയ്ക്കാൻ. കുറഞ്ഞ ഫ്ലെയിമിൽ വേണം നമുക്ക് കേക്ക് തയ്യാറാക്കാൻ. കൂടിയ ഫ്ലെയിമിൽ വെച്ചാൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കേക്ക് നമുക്ക് തയ്യാറായി കിട്ടത്തില്ല. ഏകദേശം ഒരു 45 മിനിറ്റ് വേണം ഇത് വേകാൻ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പകുതി വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് നട്ട്സ് വെച്ച് കൊടുക്കാം. ഹലോ ഗായ്സ്, നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.